വ്യഭിചാരം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ചർച്ച ചെയ്യാതെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് എനിക്ക് വ്യക്തമാകുന്നില്ല. അറിയാവുന്നോണ്ടാണ് ഒന്ന് ചോദിക്കുന്നത്. ഒന്ന് അതിന് നമ്മളെ സമയം കൂടുതൽ അത് ലാപ്സാക്കി സമയം കളയാൻ കളയാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ കളയല്. ഇത് ഭയങ്കര ആളുകളെ എറിഞ്ഞു കൊന്നാൽ ഇവിടെ വ്യഭിചാരം ഇല്ലാതാകും എന്ന് പറയുമ്പോ അത് എന്താ എന്താണെന്ന് സംശയം? നാട്ടുകാർക്ക് ആ തിരിയണ്ടേ? തെറ്റ് ലഘൂകരിക്കുന്നിടത്തോളം കാലം എന്ത് ഈ തെറ്റ് ഒരു ലഘൂകരിക്കണം? സ്വാതന്ത്ര്യം നിങ്ങൾ സ്ത്രീകൾക്ക് പറയും. കിട്ടൂല. ഞാൻ ചോദിക്കുന്നത് ഒരാളെ അതിനകത്ത് വ്യഭിചരിച്ച് അതിനെ ഇങ്ങനെ പറയാനും എറിഞ്ഞു കൊന്നാൽ തീരുന്നൊക്കെ പറയാൻ വ്യഭിചാരത്തിനെതിരെ സംസാരിക്കാൻ ഇസ്ലാമിന് ധാർമ്മികമായി എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തല്ലാത്ത നിങ്ങൾ പറഞ്ഞു. ബലാത്കാരത്തെ അനുവദിച്ചു കൊടുത്ത ഒരു മതത്തിന് വ്യഭിചാരത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? എവിടെ വെച്ചിട്ട് അനുവദിച്ചു കൊടുത്താണ് നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ പറയും എവിടെ? നിങ്ങൾ വ്യഭിചാരത്തിന്റെ ഒന്ന് റൂള് പറഞ്ഞേ. എന്താ ഞാൻ ഇസ്ലാമിലെ വ്യഭിചാരം എന്ന് പറഞ്ഞത്? അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ആരിഫ് ഹുസൈന്റെ ഹദീസാണ്. നിങ്ങൾ ആരിഫ് ഹുസൈനും മൈക്രാൻ അങ്ങനെ കറങ്ങിപ്പോലെ. ചുറ്റുവട്ടത്തില് ഡയറക്റ്റ് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇന്ന് കാലഘട്ടം എന്ന് ജീവിക്കുന്ന ആളുകള് പറയുന്നതിനെ ഒരു തിന്മയായി കാണാനും എറിഞ്ഞു കൊന്നാൽ ആ തിന്മ ഇല്ലാതായി പോകും എന്ന് പറയാനും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനും മുഹമ്മദിന്റെ പ്രവാചകത്വത്തിൽ ഉണ്ടായി വന്ന ഈ ധാർമ്മിക പദ്ധതിക്കും മാതൃകക്കും എന്ത് ധാർമ്മിക അവകാശമുള്ളത്? അത് എവിടെ ഇല്ലാത്തത്? അല്ല, സെപ്പറേറ്റ് ചെയ്യാം. ഈ വിഷയം നമുക്ക് ഞാൻ വ്യക്തമായിട്ട് ഇൻഷാല്ല 2 സബ്ജക്ട് നമ്മൾ മാറ്റി വെച്ചിപ്പോ. ഒന്ന് വ്യഭിചാരമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റൊന്ന് പിന്നെ കൈ വെട്ടിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട്. ഇൻഷാല്ല നമുക്ക് 3 പാർട്ടായിട്ട് എടുക്കാം, അല്ലെ 3-4 പാർട്ടായിട്ട് ഇൻഷാല്ല രാത്രി ആയാലും ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ല. വലൈക്കും അസ്സലാം. എന്താ നിങ്ങളെ സമയത്തിന്റെ അവസ്ഥ? തിരക്കിലാണോ? എന്താ സ്ഥിതിഗതി? ഇന്നലെ അനുവദിച്ചിരുന്നല്ലോ സമയം, നമുക്കൊന്ന് ഈ സമയത്ത് മീറ്റ് ചെയ്യാന്നുള്ളതൊക്കെ. അവധിയാണല്ലോ ഇന്ന്. ക്രിസ്മസ് ആയിട്ട് ഫ്രീ ആണെന്ന് കിട്ടൂലേ? മാഷാഅല്ലാ. പിന്നെ എന്താ ഫീൽഡ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാന് ബിസിനസ് ആണ്. വിഷയങ്ങളിലേക്ക് പോവാം നമുക്ക് നേരെ. ഓക്കെ, ഇൻഷാഅല്ലാ. പിന്നെ ഡീപ്പായിട്ട് പിന്നെ സംസാരിക്കാം ഇൻഷാഅല്ലാ. അപ്പം വിഷയങ്ങളിലേക്ക് തന്നെ കയറങ്ങൾ പറഞ്ഞ പോലെ. അപ്പൊ ഇൻഷാല്ല ഞാൻ ഒരു 3 ഓഫർ എന്നുള്ള നിലക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു 3 വിഷയം അവതരിപ്പിക്കാതെ, മോശമില്ലാത്ത രീതിയിലുള്ള 3 വിഷയങ്ങളുടെ ടൈറ്റിൽ പറഞ്ഞോളൂ. ഏതാണ് ടോപ്പിക് എടുക്കേണ്ടത് നമുക്ക് തീരുമാനിച്ചിട്ട് ഓരോരോ ടോപ്പിക് സംസാരിക്കാം. ഓക്കെ. ഒന്നെന്താ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ദീനിന്റെ നിയമങ്ങളില് എവിടെയെങ്കിലും ഒരു പാളിച്ച എടുത്തെനിക്ക് കാണിച്ച് വ്യക്തമാക്കി തരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഷാല്ലാ ആ വിഷയത്തിൽ ഞാൻ 16 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നു ഫസ്റ്റത്തെ ഡോസ്. അതായത് ഇന്നലെ പറഞ്ഞത് അള്ളാഹിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ അറിവുകളിൽ നിന്നാണ്, ഖുർആനിൽ നിന്ന് വന്ന അറിവുകളിലാണ് പറഞ്ഞത്. ആകാശത്ത് വെച്ച് പാളി. അതല്ല ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. ഓക്കെ, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ നിങ്ങൾ പറഞ്ഞത് അള്ളാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ വെളിവാക്കി തന്ന കാര്യങ്ങളിൽ, അറിവുകളിൽ, അള്ളാഹു നൽകിയ അറിവുകളിൽ പിഴവുണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ അത് നമ്മൾ ആകാശത്ത് വെച്ച് അങ്ങനെ പാളി. അപ്പോ ഇപ്പൊ നിങ്ങൾ പറയണത് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ എന്നാണ് അല്ലേ? അല്ല, ഇത് തിരുത്തിയിട്ട് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ഖുർആനിലുള്ളത് എടുക്കാൻ പറഞ്ഞത് എടുക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ ഖുർആനിലുള്ളത് മുഴുവൻ മനുഷ്യന് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയൂല. അതിൽ റിസാലത്തുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ കിടക്കുന്നുണ്ട്, വിലായത്തുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളും കിടക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഞാൻ പറയാം, കേൾക്കണോ? ഖുർആനിലെ എല്ലാ അറിവും നമുക്ക് പിൻപറ്റാൻ പറ്റൂല, നമുക്ക് ബാധകല്ല. റിസാലത്ത് മനുഷ്യന്മാർക്ക് ബാധകല്ല, മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടുള്ള അറിവുകൾ അതിനകത്ത് ഉണ്ടാവുന്ന അർത്ഥം. അല്ല, റിസാലത്ത് എന്ന് പറഞ്ഞ അമ്പിയാക്കളും അമ്പിയ മുർസലിങ്ങളും ഭൂമി ലോകത്തേക്ക് യാത്ര അയക്കുന്നുണ്ട് അല്ലാഹു തആല. അമ്പിയാക്കളുടെ അപ്പൊ അമ്പിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ അറിവുകൾ നമുക്ക് ബാധകല്ല. നബിമാരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അല്ല, റിസാലത്ത് പിൻപറ്റുന്ന അവസ്ഥ, വിലായത്ത് പിൻപറ്റുന്ന അവസ്ഥ അമ്പിയാക്കളെ ഉത്തരവാദിത്തമല്ല, അമ്പിയ മുർസലിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നത്. അതായത് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, എല്ലാ കാര്യങ്ങളും, ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള അറിവിന്റെ ഇൻഫർമേഷൻ പിൻപറ്റാൻ കഴിയുന്ന കാര്യമല്ല. പിൻപറ്റാൻ പറ്റാത്ത അറിവുണ്ടെങ്കിൽ പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല. അത് ഉദാഹരണം പറയാം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന, എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാകുന്ന അറിവുകളും നിയമങ്ങളും മാത്രമല്ല ഖുർആനിലുള്ളത്. പറഞ്ഞത് ശരിയല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താ നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും
ഉം, ഒരുപോലെ പിൻപറ്റാവുന്ന അറിവുകളും നിയമങ്ങളും മാത്രമല്ല ഖുർആനിലുള്ളത് എന്നർത്ഥം. ഉം, 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 ഉം. ആ അല്ലേ? രീതിയിൽ ആ ഡെഫിനിഷൻ ആ രീതി വേണമെങ്കിൽ വിലയിരുത്താം. ശരി. ഉം. ഉം. ഇനി ഇത് വേണമെങ്കിൽ ഞാൻ ഇത് ഉദാഹരണം പറയാം. ഞാൻ ഒരു നമ്മൾ ഉദാഹരണം എങ്ങനെയാണ് പറയാം. തിരിച്ചറിയാം ഏതൊക്കെ അപ്പൊ ആ വിഷയങ്ങളിലുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ബാധകമാവുന്നത്? ഓക്കെ, അത് അവതരിപ്പിക്കാം. ഉം. ഒന്ന്, വിലായത്തുമായിട്ട് ബന്ധപ്പെടുത്തിയതിന്റെ പേരിലാണ് ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ കൊല്ലുക എന്നുള്ളത്. ഉം. അത് നബി തങ്ങളെ ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അത് ഇൽമാണ്, പിൻപറ്റാൻ പറ്റൂല. ഉം. ഓക്കെ, ഞാൻ അതിന്റെ പക്ഷെ മുന്നോടിയായിട്ട് അത് ഞങ്ങൾ ഉണർത്തുന്നത് അതിന്റെ യുക്തി നമുക്ക് ചോദ്യം ചെയ്യാലോ. തീർച്ചയായിട്ടും. ഉം. ശരി. ഓക്കെ, ഞാൻ അതിന്റെ മുന്നോടിയായിട്ട്, ഉം. നിങ്ങൾ ഇത്ര വലിയ വിമർശകനാണെങ്കിലും ഉം. യഥാർത്ഥത്തിൽ നിങ്ങൾ സത്യാന്വേഷിയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്റെ ഉള്ളിലുണ്ട്. സത്യം അന്വേഷിക്കല്ല, സത്യം നമ്മൾ അറിയുന്ന സത്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതേ കരസ്ഥമാക്കാം. ഞാൻ പ്രത്യേകിച്ചും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്വാളിറ്റി വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കതിര് തൂങ്ങിക്കൊള്ളും. അങ്ങനത്തെ പിന്നെന്താ പറയാ, നമ്മളെ വ്യക്തിപരമായ ക്വാളിറ്റി അളക്കലോ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ക്വാളിറ്റി ആ സഭയിൽ വെച്ചിട്ട് ആ സമൂഹം ഉണർത്തിയതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുണ്ട്? അവിടെ വെച്ചിട്ട് പറഞ്ഞില്ലേ? ഏത് ലേഖർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ചില ഗുണങ്ങള് ആ വേദിയിൽ കോഴിക്കോട് സവാളിൽ വെച്ചിട്ടാകും, സോറി, പിന്നെ ആ ഹാളിൽ വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അന്ന് ഞങ്ങൾ പുറത്തായിരുന്നു. അന്ന് കേസറ്റ് എടുത്ത് നിങ്ങൾ കേട്ടു നോക്കി ഇൻഷാള്ള. അപ്പൊ അത് വിടുക. അപ്പൊ നമ്മൾ പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒന്ന് ഓക്കെ, അതില് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒന്ന്, ഏതെങ്കിലും അള്ളാഹുവിന്റെ ഒരു നിയമത്തില് ഒന്നില് പോരായ്മ കാണിച്ചെന്ന ഒരു ഓഫർ. രണ്ടാമത്തെ വിഷയം, ഒരു 10 ക്വസ്റ്റ്യൻ ഞങ്ങളെ മുമ്പിലിട്ട ഒരു 8 ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് വേണ്ട, ഇനിയിപ്പോ നാളെ നെറ്റിലെങ്കിലും സെർച്ച് ചെയ്തെടുത്തുകൊണ്ട്, കാരണം ഉയർത്തപ്പെട്ടു പോകുന്ന ഇൽമ് നെറ്റ് തെരഞ്ഞാൽ കിട്ടൂല. ഞാൻ പറഞ്ഞ നാളേക്ക് ഈ 10 എണ്ണത്തിന് നിങ്ങള് വലിയ കൂടിയ ഇതിലേക്ക് പോയ എന്താ അറിയോ, അത് നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും ഉയരത്തിലേക്ക് പൊങ്ങിയാൽ വീഴുമ്പോ ആക്കം തോന്നില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പോവാം. അപ്പൊ ഇന്ന് നമുക്ക് അള്ളാഹു മനുഷ്യർക്ക് ബാധകമാകുന്നതായി അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളിൽ എന്തെങ്കിലും പോരായ്മ കണ്ടെത്തിയാൽ അങ്ങനെ നമുക്ക് പറയാലോ അല്ലെ? അള്ളാഹു മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങൾ, അതിൽ ഓരോന്നിലും വലിയ വലിയ ഫിലോസഫികൾ, തത്വങ്ങൾ അടങ്ങിക്കിടക്കുന്നുണ്ടോ? ഓരോന്നിലും തത്വജ്ഞാനങ്ങൾ അടങ്ങിയതല്ലാത്ത മനുഷ്യൻ അറിയുന്ന കാര്യങ്ങൾ അള്ളാഹു തആല അറിയിച്ചു തരൂല. അറിയാത്ത കാര്യങ്ങളാണ് അള്ളാഹു തആല അറിയിച്ചു തരാ. അതിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്താനേ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അതെ, തീർച്ചയായിട്ടും. ഞാനത് കുറച്ചൊക്കെ കണ്ണിങ്ങുള്ള ആളാങ്ങൾ എന്നുള്ള ആൾക്ക് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നോർമലായിട്ട് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ ഭാഗത്തുനിന്ന് അള്ളാഹുവിന്റെ അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഈ പറയണതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഖുർആനിന്റെ മാർഗദർശനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ബാധകമാകുന്ന ഉത്തമമായ മാതൃകാ പദ്ധതിയാണ്, ജീവിത പദ്ധതിയാണ്, തീർച്ചയായിട്ടും അല്ലെ? അതിൽ അള്ളാഹുവിന് മാത്രം ബാധകമാകുന്നതും അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും ഡയറക്റ്റ് വഹീന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന അംബിയാ മുർസലുകളുമായി ബന്ധപ്പെട്ട അറിവുകളും അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധകമാകാവുന്ന അറിവുകളും അത് ഉൾപ്പെടുത്തുന്നത് തന്നെ യുക്തിയില്ലായ്മയാണ്. കാരണം അള്ളാഹുവിന്റെ അറിവുകൾ അംബിയാ മുർസലുകളുമായി അല്ലെങ്കിൽ റിസാലത്തുമായി ബന്ധപ്പെട്ട അറിവുകൾ, വിഷയങ്ങൾ അതത് പ്രവാചകന്മാരുടെ ജീവിതകാലത്ത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞു പോകുക എന്നതിനപ്പുറത്തേക്ക് അത്തരം അറിവുകളുടെ വിശദീകരണങ്ങൾ ഖുർആനിൽ ഉൾപ്പെടുത്തുന്നത് അനാവശ്യമാണ്, അങ്ങനെ പറയാം. അതായത് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, മുഹമ്മദ് നബിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരു സെക്കൻഡ് അതായത് മനുഷ്യന്റെ ഗുണപാഠത്തിനും വേണ്ടിയിട്ട് അറിവുകൾ അല്ലാഹു തആല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞുതരാം. അതായത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ എടുത്തു വന്നിട്ട് സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട്. പൊന്നാര തങ്ങളെ, ഈ പ്രസവേദന ഞങ്ങളെ കൊണ്ട് എന്താക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, ഒന്ന് ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിവനുസരിച്ച് ആ തന്ന അപേക്ഷയിൽ ഒരു ഹൈറ് കാണുന്നുണ്ട്. അതിന്റെ പേര് അള്ളാഹുവിലേക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അത് അള്ളാഹുത്തല പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ സ്ത്രീകള് ഒന്നടങ്കം ആ വേദന അനിവാര്യമാണ് എന്ന് ഉൾക്കൊണ്ട് അതൊരു ഇങ്ങനത്തെ അറിവാണ്. നമുക്ക് ഇങ്ങനത്തെ പിന്നെ ബാലരമ മോഡൽ സാങ്കല്പിക കഥകളിൽ നമുക്ക് ഈ സാധനങ്ങൾ അറിവുകളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്ന്, ഇബ്രാഹിം, മൂസ, ഈസ, ഇദ്രീസ്, നൂഹ്, ലൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളെ പ്രവാചകത്വം കൽപ്പിച്ച് മുഹമ്മദ് നബി വിശദീകരിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന ഈ ആദം നബി മുതൽ ഇങ്ങോട്ട് എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളായിരുന്നു. അവർ അള്ളാഹു എന്ന ദൈവത്തിന്റെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വക്താക്കളായിരുന്നു എന്ന് പറയുന്ന യാതൊരു അടിസ്ഥാനമോ തെളിവോ ഇല്ലാത്ത മുഹമ്മദ് നബിയുടെ കേവലമായ ക്ലെയിമാണ്. ആ ക്ലെയിം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കുറെ സാങ്കല്പിക കഥകളല്ല ഖുർആനുമായി മുന്നിലിരിക്കുന്ന 2024 നമ്മൾ സംസാരിക്കേണ്ടതെന്നാണ് എന്റെ ധാരണ. നിങ്ങൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ, ഇപ്പം അള്ളാഹു മനുഷ്യന്മാർക്ക്, ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ, റിസാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണ്, ഗുണപാഠവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരിത്ര സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കാനോ ഒക്കെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ മതനിയമമായിട്ട് നമ്മൾ പറയുന്ന പല നിയമങ്ങളും, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന ഖുർആൻ വചനം, അത് ഏത് പ്രവാചകന്റെ കാലത്ത് ഏത് ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്? അതെങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ബാധകമാകുന്ന ഇൽമായിട്ട്, പ്രതിരോധ ആയത്തായിട്ട് നിങ്ങൾ എടുക്കാറുള്ളത്? അത് മൂസാ നബിയുടെ കാലത്തോ ഇബ്രാഹിം നബിയുടെ കാലത്തോ ഉള്ളതല്ലേ? മൂസാ നബിയുടെ കാലത്ത് എന്റെ ഓർമ്മ. അപ്പോ ഈ പറയുന്ന ഇതൊക്കെ വിട്ടിട്ട് ഞാൻ പറയണത് മനുഷ്യർക്ക് ബാധകമാകുന്നതും അല്ലാത്തതുമായിട്ടുള്ള അറിവുകൾ നിങ്ങൾ ഒന്ന് പറഞ്ഞു. റിസാലത്തുമായി ബന്ധപ്പെട്ട്, വിലായത്തുമായി ബന്ധപ്പെട്ട് ഉള്ള അറിവുകൾ അത് ഖുറാനിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ബാധകമാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ റിസാലത്തും ഉദാഹരണം പറഞ്ഞോ? അല്ല, അത് കുഴപ്പമില്ല, വേറെ ഉദാഹരണം പറഞ്ഞോ? അതിനുള്ള ഉദാഹരണങ്ങൾ ഹിളർ നബീന്റെ കേസ് പറഞ്ഞു, ആ കുട്ടീനെ കൊന്ന വിഷയം പറഞ്ഞു. പക്ഷെ യുക്തിപരമായിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ബാധകമാകാത്ത നിയമങ്ങളും അറിവുകൾ ഇനിയുണ്ടാവും. ഇനി രണ്ടാമത്തത്, ഒന്ന് ഗ്രാഹ്യത നിർബന്ധിട്ട്. ഇപ്പൊ ഒരു മൈനസിൽ പറഞ്ഞാല്, നമ്മൾ 10 കൊല്ലം സ്കൂളിൽ പഠിച്ചു, 10 കൊല്ലം മദ്രസ പഠിച്ചു എന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ പറയും. സ്കൂളിൽ 7 പീരീഡാണ് ഒരു ദിവസം സമയം ചെലവഴിക്കുന്നത്, മദ്രസയിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നുള്ളൂ. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൊല്ലേ ഓന് ഇതിനെ കുറിച്ചുള്ള അറിവുള്ളൂ. അതേ സ്ഥാനത്ത് പഠിക്കേണ്ട ട്രാക്കിൽ കൂടെ പോകുമ്പോഴേ MBBS എത്തുന്നെങ്കിൽ ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറഞ്ഞ് 13 കൊല്ലം ഈമാൻ പഠിച്ച് സുമ്മ പിന്നെ തഅല്ലമുൽ ഖുർആൻ, പിന്നീടാണ് ഞങ്ങൾ എന്തായത് ഖുർആൻ പഠിച്ചത്. അതുകൊണ്ട് ജനറലായിട്ട് നിലനിൽക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് കൺഫ്യൂഷനായി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് നോർമലായിട്ട് 1-2 വിഷയമാണ് അർത്ഥം. ഒന്ന്, ഒരു മുസ്ലിം ആവണമെങ്കിലുള്ള യോഗ്യത ഈമാനികമായിട്ട് 6 വിഷയങ്ങളിലോ വിശ്വാസം ദൃഢമാവണം. ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതാ. അതേ സ്ഥാനത്ത് കർമ്മപരമായിട്ട് 5 കാര്യം ചെയ്തെങ്കിലേ മുസ്ലിമാന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതിൽ നിസ്കാരം, നോൽബ്, സക്കാത്ത്, ഹജ്ജ് 4 കർമ്മങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരാനും ചെയ്യാനും ഈ ഉമ്മത്തിനെ അറിയും. ഈ ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ പ്രവർത്തനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര ആൾക്ക് പറഞ്ഞുതരാൻ കഴിയും? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ. 5 ചെയ്യണം, 6 വിശ്വസിക്കണം, അല്ലേ? ഈ 5 പണി എന്താന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. മനസ്സിലായില്ല? ഒരു മുസ്ലിമാണെന്നുള്ളത് നിസ്കാരം, നോൽബ്, സക്കാത്ത്, ഹജ്ജ് 4 ആയിട്ടുള്ളൂ. 1 എവിടെ പോയി? 1 വിശ്വാസം. അതിപ്പുറത്ത് പറഞ്ഞു 6 വിശ്വാസപരമായി, അതിപ്പുറത്ത് പറഞ്ഞു പോയി. 1 ഷഹാദത്ത്. എന്താ ഇസ്ലാം കാര്യങ്ങള്? അത് വിശ്വസിച്ച് പറയാ, അതന്നെ. നിങ്ങളെന്താ ഇങ്ങനെ പറയണേ? അതാണ് ഒരു പ്രവൃത്തിയുമാണ്. ഇന്ന് ഉമ്മത്തിന് ബാലപാഠം അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ അത് നിസ്സാരമായിട്ട് കാണരുത്. ഒന്നാമത്തത്, ഞാൻ ഒരു അറിവിന് എത്ര വില കൊടുത്താലും വില മതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമത്താണ് അറിവ് എന്നുള്ളത്. അത് ആ മൂല്യം വെച്ച് തന്നെ സംസാരിക്കണം. കാരണം എന്താണ് ഇസ്ലാം കാര്യം? ഞാൻ അങ്ങേറ്റം നിങ്ങളെ സ്നേഹിക്കണുണ്ട്, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു നിലക്കും മോശക്കാരൻ. വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ വ്യക്തിപരമായി പറയണ്ട. ഒന്നാമത്തെ ഈമാൻ കാര്യങ്ങളിൽ 1 എന്താണ്?
അതിന്റെ പ്രവൃത്തി എന്താന്നുള്ളത് 2 പ്രവൃത്തിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ 2 പ്രവൃത്തികൾ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ നിങ്ങൾ ചെയ്ത് പറഞ്ഞു തരാം. തന്നാ ഞാൻ മതി. ആഗ്രഹിക്കാണ്. നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ് ഈമാൻ പ്രഖ്യാപിക്കലാണ്. പിന്നെ ഈമാൻ പ്രഖ്യാപിക്കലാണ് ഒന്നാമത്തെ ഈമാൻ കാര്യം, ഒന്ന് ഇസ്ലാം പിന്നെ കാര്യം. അതാണ് പിന്നെ ഇസ്ലാം കാര്യം. ആ പിന്നെ നിസ്കാരം നിലനിർത്തുക. അല്ലല്ലല്ല, പിന്നെന്താണ്? അവിടെയാണ് വിഷയം. എന്നാ അതിലെ നിങ്ങൾ പറയ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇൻഷാല്ലാ എടുക്കാം. ഓക്കെ, അല്ല അയാൾ പറഞ്ഞോളൂ, അയാൾ പറഞ്ഞോളൂ. എടുത്തോളി കാരണം എടുത്തോളി ഇത് എടുത്തോളി നിങ്ങളെ കുട്ടികളെ എടുത്തോളി പഠിപ്പിച്ചു തരാം. കൊടുക്കാത്തതിന് പിന്നെ അല്ല നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അല്ലല്ല, തരാം, ഞാൻ ഇട്ടുതരാം ഇൻഷാല്ലാ. അല്ല, നിങ്ങൾ ഫുള്ള് എടുത്ത് ക്ലോസ് ചെയ്യാൻ തരേണ്ടത് തരാം. കുട്ടികളെ ഞാന് പഠിപ്പിച്ചു കൊടുക്കാത്ത കാര്യം നിങ്ങളിപ്പോ ഏത് കാലഘട്ടത്തിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികളോട് ചോദിച്ചാലും ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹു അല്ലാതെ മറ്റാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹു. ഒന്ന് വിശ്വാസാണ്, മറ്റത് അത് കർമ്മാണ്. പ്രഖ്യാപനമാണ്. ഈമാൻ കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? വേറെ എന്താണെന്ന് നിങ്ങൾ പറയേ. ഇന്ന് മുസ്ലിങ്ങളെ ജീവിതത്തിൽ ആ പ്രവർത്തനം ഉണ്ടോ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പറയേ. നോർമലായിട്ട് നോക്കണ്ടേ. നിങ്ങൾ എന്താണ് പറയും? ഒന്ന് നാവ് കൊണ്ട് വെളിപ്പെടുത്തി പറയണം. അതന്നെയല്ലേ ഇപ്പൊ ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ. പിന്നെന്താ ഒന്നാമത്തെ വിഷയം. ആ അത് എങ്ങനെ പറയണം? എങ്ങനെ പറയണം? അള്ളാനെ കൊണ്ടല്ലാതെ കാര്യം നടക്കൂല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി അല്ലാതെ വെളിവാക്കി പറയണം. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. അതിന്റെ ഒരു പാത്ത്. രണ്ടാമത്തെ എന്തിനാ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കണ? കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാത്ത എന്താ? ഈ രണ്ടാമത്തെ പാർട്ടാണ് ഓന്റെ ഏത് മേഖല ടച്ച് ചെയ്താലും ശരി, അതിൽ കൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനെ വെളിയിലേക്ക് പ്രകടമാക്കണം. അത് കഴിയൂലേ? മുഹമ്മദ് നബിയുടെ ജീവിതത്തെ അപ്പാടെ ജീവിതത്തിൽ പകർത്താൻ പറ്റൂല എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം. അറിവിന്റെ ഞാൻ പറഞ്ഞുതരാം. ഖുർആനികമായ അറിവിന്റെ പരിമിതി പറയുന്നിടത്ത് റിസാലത്തുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ പ്രവൃത്തികളും റിസാലത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താൻ കഴിയില്ല, പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് വേറെ വിഷയം. അത് വ്യക്തമാക്കിയാണല്ലോ. അത് അതില് സമയം ഞാൻ ലേഖസായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാല് വളരെ നോർമൽ ആയിട്ടുള്ള ചില ഇൽമു നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതല്ലാതെ. ഞാൻ പറയണത് നിങ്ങൾ ഈ പറയണ ഇസ്ലാം കാര്യങ്ങൾക്ക് പുതിയ ഡെഫിനിഷൻ നിങ്ങൾ എവിടുന്ന കൊടുക്കണത്? പുതിയതല്ല, പഴയത് ഉണർത്തുകയാണ്. എന്താണ് പറയും? ഇനി ഈസാ നബി ഇസ്ലാം വന്നാലും പഴയത് ഉണർത്തി ചെയ്യുള്ളൂ, പുതിയത് കൊണ്ടുവരില്ല. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതെന്താണ് നിങ്ങൾ കുട്ടികൾക്ക് ഈമാൻ കാര്യങ്ങളുടെ കൂടെ എഴുതി കൊടുക്കാത്തത്? ആ മനുഷ്യന്റെ നാവിന്ന് ഒരു കളവോ ഓന്റെ കച്ചവടത്തിൽ കളങ്കോ ഒരു രീതിയിലുള്ള ന്യൂനത ഇല്ലാത്ത രീതിയിൽ ഓൻ പെർഫെക്റ്റ് ആവണം. ഏതുപോലെ ഏതൊരു മനുഷ്യന് ഭൂമിയിൽ സ്വർഗം കിട്ടി ഓനെ നാളെ ആഖിറത്തിലും സ്വർഗം കിട്ടുള്ളൂ. ആരുടെ ജീവിതം ഭൂമിയിൽ പരാജയപ്പെട്ടോ ഓൻ നാളെ ആഖിറത്തിലും നരകാണ്. 2 ലോകത്തേക്കുള്ള വിജയത്തിനുള്ള നിദാനമായിട്ടാണ് ദീൻ എന്നുള്ള അനുഗ്രഹം അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ഇവിടെ പൊട്ടി അവിടെയും പൊട്ടും. എവിടെ പൊട്ടും? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഗൈബായിട്ടുള്ള കർമ്മമായിട്ട് വന്ന വിശ്വാസമല്ല, കർമ്മ ചർച്ച ചെയ്യണേ. അല്ല, കർമ്മത്തിനെ കുറിച്ചിട്ടാ ചർച്ച ചെയ്യുന്നത്, വിശ്വാസം ടച്ച് ചെയ്തിട്ടല്ല. കർമ്മം എന്ന് പറയുന്നത് ഗൈബായ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ വാദഗതികളാണ്. ഞാൻ പറയുന്നത് നമ്മള് സാധാരണ മനുഷ്യന് ബോധ്യമാവുന്ന അറിവുകളിലേക്കും നിയമങ്ങളിലേക്കും വരണം. ഞാൻ അങ്ങോട്ട് പിന്നെ ഒരു കാരണവശാലും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ലാതെ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത അതായത് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ദൈവികമായ അവസ്ഥയിൽ രൂപപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ദൈവികമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. മനസ്സിലായോ? ആ ആളുടെ അടുത്ത് നിങ്ങൾ അള്ളാഹുവും മുഹമ്മദും തമ്മിലുള്ള ബന്ധവും പരലോകത്തെ സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഇതിനെ അനലൈസ് ചെയ്യുന്നത് ആ ഒരു അനലൈസേഷൻ കഴിഞ്ഞതാണ്. അതായത് അതുമായി ബന്ധപ്പെട്ട് ഇത് ദൈവികമാണോ അല്ലേ എന്നുള്ള പരിശോധന എന്റേതായ രീതിയിൽ നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഇസ്ലാം എന്ന് പറയുന്ന മതം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു ഗോത്രകാല മനുഷ്യന്റെ, ഒരു ഗോത്ര നേതാവിന്റെ, അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിയമമാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു ടൂളാണ്. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ സംഘപരിവാറൊക്കെ ജയ് ശ്രീറാം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച ഒരു സ്ലോഗൻ മാത്രമാണ് അല്ലാഹു അക്ബർ. അതല്ലാത്ത വേറൊന്നും അല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളും അതിന് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഉത്തമമായ വേദഗ്രന്ഥം, ഉത്തമമായ ജീവിത പദ്ധതി എന്ന രീതിയിൽ ഉത്തമമായ മാതൃക എന്ന് പറയുന്ന പ്രവാചകന്റെ ചര്യയും ജീവിതവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അറിവുകളും ഖുർആനിലൂടെ മനുഷ്യർക്ക് സ്വീകരിക്കേണ്ട അറിവുകളും നിയമങ്ങളും എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ ഇത് ആ കാലഘട്ടത്തിലെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ.
ഇത് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് സ്വീകരിക്കാവുന്നതോ അനുവർത്തിക്കാവുന്നതോ ആയിട്ടുള്ള ജീവിത മാർഗമോ ആശയമോ വിശ്വാസധാരയോ മാനവികമായ ദർശനമോ ഒന്നും അല്ല എന്ന പൂർണ്ണ ബോധ്യത്തിലുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ നിസ്കരിക്കുകയും മുഹമ്മദ് നബീനെ അതേപോലെ പിൻപറ്റിയാൽ മാത്രമേ ഈമാൻ ഇസ്ലാംകാർ ഒന്ന് പൂർത്തിയാവൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന, എല്ലാ മനുഷ്യരോടും പറയാവുന്ന, എല്ലാ മനുഷ്യർക്കും ബാധകമാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയൂ. ഞാൻ ആമുഖമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണർത്തി. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ മാത്രമേ ചില പ്രവർത്തനങ്ങൾ കൂടെ നടക്കുന്നുള്ളൂ. അവരിൽ കിട്ടേണ്ട നോർമലായിട്ടുള്ള അറിവ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിവ് എന്ന് പറയുന്നത് എറ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായി പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമായിട്ട് നിങ്ങൾ പറയുന്നത്. ആ അറിവ് എന്ന് പറയുന്ന ഈ ഉറവിടം തന്നെ നമ്മൾ സംശയത്തിൽ നിർത്തുമ്പോ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് വന്ന അറിവിനെ കുറിച്ച് എങ്ങനെ വിശദീകരിക്കും? അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ദീനിന്റെ നിയമങ്ങളിൽ ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം കൂടുതൽ ദീനിന്റെ നിയമങ്ങളിൽ ചെറിയ എക്സാമ്പിൾ പറയാം. ഒന്ന്, ഒരു കുടുംബ ജീവിതം പരിപൂർണമായിട്ട് സ്വർഗീയമായിട്ടുള്ള അവസ്ഥയിൽ ആയിത്തീരണമെങ്കിൽ അത് എങ്ങനെ നീങ്ങണം എന്ന് അള്ളാഹു തആല പറഞ്ഞെന്ന കാര്യം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓൻ അറിവില്ല. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ വൈകേടിലേക്ക് കൊണ്ടുപോകും. ഒന്ന് ജഹാലത്ത്, ഒന്ന് ഒഴിവ് സമയം, 3 ചുറ്റുപാട്. ഈ 3 സംഗതി ഒരു മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുവരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അറിവില്ലായ്മ എന്നുള്ളത്. ഞാൻ കൂടുതലായിട്ട് തെരീക്കൊക്കെ തന്ത, ഹക്കീക്കൊക്കെ തന്ത, മാരിഫത്തെന്താ, ഇതൊന്നും ഞാൻ ചർച്ച ചെയ്യണില്ല. ഒക്കെ ഞാൻ നിങ്ങളോട് കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അതൊന്ന് ലഘൂകരിച്ച ഒരു കുടുംബ ജീവിതത്തിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുമല്ലോ. ഞങ്ങളോട് പറയുന്നത് ബാധകമാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയും. അപ്പൊ കുടുംബം ഒരു 2 മുറുക്ക് വെള്ളം കുടിച്ചിട്ടോ. ഇപ്പൊ ഒരു കുടുംബജീവിതത്തിൽ ഉദാഹരണം പറയാം. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പോകുന്നത് കുടുംബജീവിതം ഉണ്ടായി വരുന്ന ഘട്ടം മുതൽ അങ്ങോട്ട് പറയാം. ഇന്ന് സമൂഹം മുഴുവൻ സൈക്കോളജിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വിഷയം അറിവില്ലാത്തോണ്ടാ. അതുകൊണ്ടേ ഞാൻ പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്ന വിഷയം, ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ എന്താണ് ഇസ്ലാമികമായിട്ട് കുടുംബം എന്ന് ഡിഫൈൻ ചെയ്യാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പം അതിന്റെ കൈകാര്യം ചെയ്ത് രൂപം ഉണർത്താം ആദ്യം. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും നിലവിലുണ്ട്. സമ്പത്തിന് സമ്പത്ത്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, എല്ലാം ഉള്ളതോടുകൂടെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഒരു കൊണ്ടുപോയതായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തു തരാം. 4 ഭാര്യമാരുള്ള സഹബാക്കൾ ഉണ്ടായിരുന്നു. അതിൽ 90 മക്കളുള്ള ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ഭാര്യമാര് ഇവരെട്ടെറിഞ്ഞ് ഒഴിവാക്കി പോവാതെ ഇവരെ കൂട്ടത്തില് 100% പോകാം. അതാണ് കുടുംബജീവിതം എടുക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ചോളി. ഒന്നുകൂടെ തരാം. ഒന്നുകൂടെ നോട്ട് ചെയ്തോളി. ഒന്നും കൂടെ ആഡ് ചെയ്തോളി. അഥവാ ഞാൻ ഇതിൽ പരാജയപ്പെട്ടാല് 1,00,000 കൊണ്ടുവന്നരും, ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്നരും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇടും. ഞാൻ ഒരു 10 ചോദ്യം ചോദിക്കാം. 8 എണ്ണത്തിന് നിങ്ങൾ ആൻസർ തരാണെങ്കിൽ ഇസ്ലാമിക കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത് അബദ്ധമാണ് എന്ന് പ്രൂവ് ചെയ്താൽ പോരെ? നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. കുടുംബജീവിതം നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം. അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് എന്താണ് ഒരു കുടുംബം? ഞാൻ ഡിസൈൻ ചെയ്താൽ പോരെ? മനുഷ്യർ ആർജിക്കുന്ന അറിവ് അനുസരിച്ച് എന്താണ് ഒരു കുടുംബം? ഈ 2 ഞാൻ ഡിസൈൻ ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഞാൻ ഡിസൈൻ ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. 2 പേരും ഡിഫൈൻ ചെയ്യണം. എന്താണ് നമ്മൾ ഒരു കുടുംബം? ഞാൻ തുടങ്ങാം. എന്താണ് ഇസ്ലാമിലെ കുടുംബം? ഓക്കെ. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബ ജീവിതത്തിൽ സ്വർഗമല്ല, ആഹ്റത്തിൽ നരകാണ്. ഇവിടെ സ്വർഗമെങ്കിൽ അവിടെ കുടുംബം എന്താന്ന് പറയൂ ആദ്യം. അതാ സംസാരിക്കണേ. അപ്പൊ 2 സംഗതിയിൽ കേറ്റിട്ടോ. ഒന്ന്, 1,00,000 റുപ്യ ഓഫർ ചെയ്ത്, ഒരു ഭാഗത്ത് 16 റുപ്യ ഓഫർ ചെയ്ത്, ഒരു 10 ചോദ്യം ചോദിക്കുന്ന 8 എണ്ണത്തിന് നിങ്ങൾ ആൻസർ തരാണ് 26 റുപ്യ തരും. ഇതാണ് അറിവ് എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അത് നമുക്ക് അടുത്ത വിഷയത്തിലിടാം. ഇനി കുടുംബജീവിതത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കൂടുതൽ സംസാരിച്ച് ടൈം ഉപയോഗിച്ച് ശീലിച്ചിട്ട് ഇതുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം
ഞാൻ പറ്റണ ഒന്ന് പണിക്ക് ബ്രേക്ക് നിൽക്കാറുള്ളൂ, ഒന്ന് അതാണ് എന്റെ ബ്രേക്ക് കാര്യം. ഇടേണ്ടി ഉണ്ട്. ഞാൻ ഇപ്പം പറ്റണ തന്നെ പണിക്ക് ഏകദേശം നിൽക്കാറുള്ളൂ അരക്കുപ്പി വെള്ളം പറയാം. കുടിച്ച്. നമ്മള് പറ്റണ പണിക്ക് നിക്കുള്ളൂ, പറ്റാത്ത പണിക്ക് അല്ല നമ്മൾ നിൽക്കൂല. പറ്റത്തല്ല അത്. പ്രത്യേകിച്ചും പിന്നെ സംസാരം കൊണ്ടേ നല്ല ഊർജ്ജം വേണ്ട ഒരു സംഗതിയാണത്, ചില്ലറ അതെ സംഗതി അല്ല. അതെ. നല്ല ഊർജ്ജം വരും, കാണുന്നവർക്ക് അതൊന്നുമില്ല. ആ അത് മാത്രല്ല തലച്ചോറ് അരക്കുപ്പി നല്ലോണം വർക്ക് ചെയ്യണം സംസാരിക്കുമ്പോഴേ, മറിക്കാണ്. അപ്പൊ നല്ല അര- എനർജി പോകും. ഇതൊക്കെ പിന്നെ ശാസ്ത്രീയമായ അറിവാണ്. ആയിക്കോട്ടെ, പിന്നെ പറയൂ. പിന്നെ ഗണ്ണിക്കാണ്. അതായത് ഉം, തലച്ചോറ് കൊണ്ട് ആലോചിക്കാൻ മെനക്കെട്ടാല് വിവരണ്ടാവില്ല. ഉം. സംഗതി ഹൃദയം കൊണ്ട് തന്നെ ആലോചിക്കണം. അത് ശരി. തലച്ചോറ് കൊണ്ട് ആലോചിക്കണോ അത് നമുക്ക് പിന്നെ എടുക്കാം. ആ ടോപ്പിക് നമുക്ക് പിന്നെ എടുക്കാം. ഹൃദയം അത് ഞാൻ തലച്ചോറ് വ്യക്തമാക്കി നമുക്ക് തരാം. പിന്നെ അവിടെ കട്ടെ അവിടെ കട്ടെ വെൻഡിങ്ങിൽ അവിടെ കട്ടെ ബോധ്യപ്പെടുത്തി തരാം. കാരണം അള്ള പറഞ്ഞാണല്ലോ ഞാൻ ഹൃദയം കൊടുത്തണോ ചിന്തിക്കണില്ല എന്നില്ലേ. അത് പിന്നെ എടുക്കാം. അവിടെ കട്ടെ അള്ളാഹ്ക്ക് ഇപ്പൊ കുടുംബത്തേക്കാണ് പോരാ. മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഖുർആൻ പറയാം വ്യാഖ്യാനങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും. ആയിക്കോട്ടെ, നമുക്ക് തിരുത്താം ആ ഇൻഷാ അല്ലാ. ആ പിന്നെ അപ്പൊ കുടുംബ ജീവിതത്തില് ആ 4 ഭാര്യമാരെ അല്ലല്ല, ഞാൻ ഒരു ചോദിക്കണത് എന്താണ് ഒരു കുടുംബം? അതും പറഞ്ഞാലല്ലേ നമുക്ക് കുടുംബജീവിതത്തിലേക്ക് എങ്ങനെ കടക്കും, അങ്ങനെയല്ലേ ഇത് കുടുംബ ചെയ്യാൻ കുടു പറ്റുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു തആല പറയുന്നുണ്ട്, ഉം. മുഴുവൻ മനുഷ്യരുടെ കുടുംബക്കാരാണ്. നമ്മൾ കുടുംബം എന്ന് പറയുന്നത് ഉം, ഉം, ദാമ്പത്യ ജീവിതത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. കുടുംബം അതാണല്ലോ, ദാമ്പത്യമാണല്ലോ ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറ, കല്യാണം ഉം, അല്ലേ? ഉം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം. അതിന് വ്യാഖ്യാനം വരുമ്പോ വ്യാഖ്യാനല്ല, ഡെഫിനിഷൻ, നിർവചനം. നിർവചനം അതിന് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് ഒന്ന് ഉമ്മാക്കാണ്. എന്താണ് കുടുംബം? അത് പറഞ്ഞാലല്ലേ അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുടുംബം എന്നുള്ളതിൽ കൂടെ ഉം. ഏതെല്ലാം കൂട്ടി ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ അതൊക്കെ കുടുംബമായിട്ട് ചിത്രീകരിക്കാം. അല്ല, നമ്മൾ അത് രക്തബന്ധത്തിന് ആവശ്യമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് രക്തബന്ധത്തില് കുടുംബമല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ അതെ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് അതെ പറഞ്ഞ ലേഖസായി രക്തബന്ധത്തിന് അള്ളാന്റെ അടുത്ത് കുടുംബസ്ഥാനല്ല. വേണമെങ്കിൽ കേട്ടോളി പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം എന്താണെന്ന് കണ്ടോ ചോദിച്ചത്. അത് കുടുംബ അതിന് നീട്ടി പറഞ്ഞു പോകുമ്പോ അതിന്റെ സ്ട്രക്ചർ ഓൾറെഡി എന്താണ്? അതിന്റെ സ്ട്രക്ചർ നിങ്ങളിൽ മുന്നിലുണ്ടല്ലോ. പിന്നെ ചോദ്യം ചെയ്യാൻ മെനക്കെടരുതല്ലോ. അത് നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിശാലമായിട്ട് ഉത്തരം പറയേണ്ടി വരും. നബി അലൈഹി സ്വലാത്തു വസ്സലാമ് മകൻ മുങ്ങി ജീവൻ പോകുന്ന സമയത്ത് അള്ളാഹു തആല പറഞ്ഞ് വിട്ടാൾ അതെന്റെ കുടുംബമല്ല. കണ്ടോ, രക്തത്തിന് അവിടെ കുടുംബബന്ധത്തിന്റെ സ്ഥാനം വരുന്നില്ല. അത് പിന്നെ പറയാം. നമ്മളെ മുൻപിലെ പിക്ചർ ഉണ്ടല്ലോ കുടുംബം എന്താന്നുള്ളത്. അതെന്താണ് അത് ഇങ്ങോട്ട് പറയാം, അതല്ലേ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ വീണ്ടും ഒരു ആവർത്തനം ചോദിക്കില്ല. പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് ഒരു മിനിറ്റ് ശ്രദ്ധിക്കാം കേട്ടോ. അതിന്റെ ഇടയിൽ അടിക്കരുത്. ഒരു അമുസ്ലിം സലാം പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി പറയാനേ പാടില്ല എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. അതേ സ്ഥാനത്ത് ഞാനൊരാളോട് അങ്ങോട്ട് എന്താക്കാൻ പാടില്ല, അമുസ്ലിമാണെന്നുള്ള അറിയുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും സലാം പറയാൻ പാടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാങ്ങക്ക് പറഞ്ഞുതരാ ഒക്കെ വിശദീകരിച്ച ഒരു മാങ്ങക്ക് ബലൂണോണ്ട് അറിഞ്ഞിട്ട് കാര്യമല്ല, കല്ലെടുത്ത് എറിഞ്ഞോളി എന്നാ പറയുന്നത്. അപ്പം ആ സലാം കൊണ്ട് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇവിടെയാണ് അള്ളാഹു തആല ഒരു അമുസ്ലിമാര് മനുഷ്യൻ അഥവാ നിങ്ങളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മടക്കി അങ്ങോട്ട് എന്താ പറയേണ്ടത് എന്നുള്ളത് അറിവുള്ള ഒരു വ്യക്തിക്ക് അള്ളാന്റെ കാരുണ്യം എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അള്ളാന്റെ കാരുണ്യം മനസ്സിലാവണമെങ്കിൽ ആകെ മനസ്സിലായാൽ മതി. അറിയോ, ഒരു അമുസ്ലിമാര് മനുഷ്യൻ ഇങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കേണ്ട റിപ്പീറ്റ് ചെയ്യേണ്ട വിഷയം എന്താന്നുള്ളത് എന്റെ ലേഖ സാഹിബ് ഒന്ന് പറഞ്ഞാണ്. മനസ്സിലായില്ല. ഒരു അമുസ്ലിമാര് മനുഷ്യൻ ഇല്ല, അതാണ് വിഷയം. ഇതാണ് സാധനം. അങ്ങനെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. അതാ പറയുന്നത്. അവിടെ തെറ്റ് പഠിച്ചതിനോട് കാര്യമില്ലല്ലോ, തിരുത്തണല്ലോ. അറിവുശാലയിൽ പോയിട്ട് ഒരാള് മുഹമ്മദ് ജൂതൻ സലാം പറഞ്ഞപ്പോ മുഹമ്മദ് നബി തിരിച്ചു പറഞ്ഞത് വഅലൈക്കും എന്നാണ്. അതല്ല, അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു ഒപ്പം നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കേറുന്നില്ല, അങ്ങോട്ട് തന്നെ വരി, അങ്ങോട്ട് കേറുന്നില്ല. ഞാൻ രക്തചുരുക്കം പറഞ്ഞു. അങ്ങനെ ഹദീസില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് സലാം പറഞ്ഞ സമയത്ത് അത് അവിടെ ആയിഷ റളിയല്ലാഹു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാം, നിങ്ങൾ അവിടെ കട്ടെ, നമ്മൾ പറഞ്ഞ വിഷയത്തേക്ക് പോവാ. അതിലാണ് കേറി പോണില്ല, കട്ട് ചെയ്ത് പോവാ. മറ്റെന്താ അറിയോ, അങ്ങോട്ട് കേറി പോയി പോക്കയില്ല. അങ്ങോട്ട് നിങ്ങൾ വേറെ വഴിക്ക് പോവാണ്. ഞാൻ നിങ്ങളോട് ആകെ ചോദിച്ചത് ഇസ്ലാമികമായ നിയമം അനുസരിച്ച് എന്താണ് ഒരു കുടുംബം.
ഒരു തേക്കിന്റെ ചുള്ളി വെട്ടി കൊടുക്കുന്നത് ആ വണ്ണത്തിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ടാ. ഞാൻ അതിൽ കയറ്റി കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ പിൻ പോയിന്റ് ചെയ്ത ഒരു ചില്ലയും വളരാൻ അനുവദിക്കാതെ എന്റെ ഡയലോഗുകൾ കൊണ്ടുപോകുന്ന ആളാണ്. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ പോണം. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ള വിഷയത്തിൽ അള്ളാഹു തആല പറഞ്ഞു ഇജ്ജ് ദുആ ചെയ്തിട്ട് കാര്യമില്ല, ദുആ ചെയ്യണ്ടെന്ന്. ആരെ കാര്യത്തിലാ പറയണത്? മകന്റെ കാര്യത്തിലാ പറയണത് എന്ന് വെച്ചോളി. ആ സമയത്ത് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ വന്നിട്ട് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറുപടി ഇന്നത് കൊടുക്കണം എന്നുള്ളത് പഠിച്ചോൻ പറഞ്ഞു വെച്ചോനെ. ആ മറുപടി എന്താന്നുള്ളത് അറിയുന്ന ഒരാൾക്ക് അള്ളാന്റെ കാരുണ്യം എന്താന്ന് നിങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങളൊന്ന് പറഞ്ഞു കേക്കട്ടെ. ഇല്ല, ചർച്ച ചെയ്തോണ്ടിരിക്കണേ അതന്നെ. അതിന് മറുപടി ആയിട്ട് അള്ളാഹു തആല ഉണർന്ന സംഗതി എന്താ അറിയോ? അതിലും നേട്ടുള്ളൊരു റിപ്ലൈ ആണ് കൊടുക്കാൻ പറഞ്ഞത്. വഅലൈക്കും ഹിദായ, വഅലൈക്കും ഹിദായ. അള്ളാഹു തആല താങ്കൾക്ക് നേരെ ഡയറക്ഷൻ കൊടുത്തോളാം അള്ളാഹിലേക്ക്. ഈ സലാമിനെ എങ്ങാണ് എത്ര 10 മടങ്ങ് പവറുള്ള ദുആണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് അല്ല പറയാണ് മുഴുവൻ മനുഷ്യരും എന്റെ കുടുംബക്കാരാണ്. ആര് പറയാണ്? ഒരു അമുസ്ലിം ആയാലും ശരി, ജൂതനായാലും ശരി, യഹൂദിയായാലും ശരി, നസ്രാക്കളായാലും ശരി, മജൂസികളായാലും. ഇസ്ലാമിൽ എന്താണ് കുടുംബം എന്ന് പറയാം? എത്ര നേരായി ഇങ്ങേക്ക് വരാം. ഓക്കെ. അപ്പൊ ഒരു കുടുംബ ജീവിതത്തില് ഈ 4 ഭാര്യമാരും തെറ്റിപ്പോവാതെ അങ്ങനെയൊന്നും പോണ്ട. നമ്മള് 6-ാം നൂറ്റാണ്ട് കോട്ടെ, 6-ാം നൂറ്റാണ്ട് കോട്ടെ, അങ്ങോട്ട് പോട്ടെ, അവിടുന്ന് കിട്ടണ്ടേ. അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്റെ നിയമത്താവുന്ന ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നെന്ന് അള്ളാഹു തആല പറയുന്നുണ്ടെങ്കിൽ അതിലൊരു പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ മതി കേൾക്കുന്നു. അത് ഒപ്പിയെടുത്ത ആളുകളെ നിയമത്തിന്റെ പോരായ്മകളോട് പറയണമെങ്കിൽ എന്താണ് കുടുംബം എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണ്ടേ? അത് പറയുന്നത് അത് ഡിസൈൻ ചെയ്യുന്നതിന് നിങ്ങൾ നിർവചിക്കും. നിങ്ങൾ നിർവചിച്ചോളി. അല്ല, ഇസ്ലാമികമായ ഒരു കാര്യം, ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞാലല്ലേ പൂർത്തിയാവുള്ളൂ. ഞങ്ങൾ ഇടയിൽ കട്ട് ചെയ്യല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ഫുള്ള് കേൾക്കാം. അല്ലല്ല, നിങ്ങളാണ് എനിക്ക് സമയം അനുവദിക്കണം. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? ഞാൻ പറയുന്നതില് 9 ഭാര്യമാർന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾ പിന്നെ കട്ട് ചെയ്യരുത്. എന്നിട്ട് പോരായ്മ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. റെഡി? പറഞ്ഞോളി. വിഷയം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബജീവിതത്തില് ഒന്ന് ഞങ്ങളോട് പറഞ്ഞ് സ്വർഗം ഭൂമിയിൽ കുടുംബജീവിതത്തിൽ കിട്ടിയെങ്കിൽ ആഹ്റും സ്വർഗം കിട്ടുള്ളൂ. ഇവിടെ തെന്നി അവിടെയും പോകും. അതുകൊണ്ട് ഇവിടെ എങ്ങനെ പോകണം എന്നുള്ളത് പറഞ്ഞെന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മക്കളുണ്ടെങ്കിലും അവിടെ ദീന്റെ നിയമം അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു മക്കളും തെന്നിപ്പോവില്ല. അഥവാ അവിടെ ദീനല്ലാത്ത മറ്റെന്ത് കൊണ്ട് കയറ്റിയിട്ടും ശരി ആ കുടുംബം പൊട്ടാത്തത് ഭൂമിയിൽ ഉണ്ടാവില്ല. അടിസ്ഥാനം. ഇനി അതിന്റെ രൂപം പറഞ്ഞുതരാം, കേക്കണോ? ചെറിയ കറുപ്പുണ്ട് കേട്ടോ, ശരിയായിക്കോളൂ. സാധാരണ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ റോങ് സൈഡിൽ പോയി അതോടുകൂടി ആൾ കാര്യമാവും. ഈ ഒരു ദുരാവസ്ഥ വരരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലയും ടച്ച് ചെയ്യാതെ അള്ളാഹു തആല പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ച് 3 മക്കളെ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാല് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചെറുക്കുട്ടിയിൽ തിരക്കൂട്ടി നിങ്ങൾ പറഞ്ഞോളൂ. അതാ പറയണേ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എന്താണ് ഒരു കുടുംബം? ഈ കുടുംബത്തിലെ വ്യവസ്ഥാപിതമായിട്ട് തയ്യാറാക്കിയ രൂപം കുടുംബ ജീവിതത്തില് ഒരു 1-2 വിഷയം കൊണ്ട് പൂർത്തിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംഗതിക്കല്ല. ഞാൻ ഡിസൈൻ ചെയ്ത് പറയാം. എന്താണ് ഒരു കുടുംബം എന്ന് ആദ്യം പറയണം. എങ്ങനെയാണ് ഒരു കുടുംബം രൂപപ്പെടുന്നതെന്ന് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയണം. മനസ്സിലായി? എങ്ങനെയാണ് 2 വ്യക്തികൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് പറയണം. ആ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ 2 വ്യക്തികളുടെ നിലവാരം, അവരുടെ അവകാശങ്ങൾ, അവരുടെ ബാധ്യതകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അല്ലേ? അങ്ങനെയല്ലേ നമുക്കിത് കുടുംബ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർ ജീവിക്കുമ്പോൾ ആ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ ഇസ്ലാമികമായ നിയമങ്ങൾ, ഖുർആനികമായ നിയമങ്ങൾ തെറ്റാണോ ശരിയാണോ അബദ്ധമാണോ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ മികച്ചതുണ്ടോ ഇല്ലേ എന്നുള്ളത്.
ആ നിയമങ്ങളിലേക്കാണ് ഞാൻ എടുത്തിട്ടുകൊണ്ട് അതിന്റെ ഇടയിൽ കട്ടിങ് വരികയാണ്. അതിൽ കട്ടിങ് അല്ല, നിങ്ങൾ കുടുംബം എന്താന്ന് പറയുന്നില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് എന്താണ് ഒരു കുടുംബ ജീവിതം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ചിട്ട് എന്താണ് ഒരു കുടുംബം എന്ന് നിങ്ങൾ പറയുന്നില്ല. അത് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് സമയം വേണ്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നിങ്ങൾ സമയം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സമയം തന്നത്. നിങ്ങൾ പിന്നെ വേറെ അതിന്റെ ഇടയിൽ പിന്നെ നിങ്ങളെ അടുത്തുള്ള ഒരു പ്രത്യേക കോണാണ് ക്ഷമ എന്നുള്ള നഷ്ടപ്പെടുത്തല്. ഇല്ല, നിങ്ങൾ പല മേഖലകളിലൂടെ പോയി, നിങ്ങൾ അവിടെ മാത്രം വരുന്നില്ല. നിങ്ങൾ വീണ്ടും പറയൂ, ഞാൻ ഇനിയും സമയം തരും, ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യാണ്. സമയം തരല്ല, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇതെന്താ വ്യത്യാസം എന്ന് അറിയാം. ഒന്ന്, ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം വായ തുറന്ന് തരുമ്പോൾ സ്വാഭാവികമായിട്ടും തിന്നാട്ട് കൊടുക്കാൻ കിട്ടുന്നവർക്ക് സുഖമാണ്, കുട്ടിക്കും സുഖമാണ്. ആ സ്ഥാനത്ത് തൊള്ള പൂട്ടിയ സ്പൂൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എന്തായി തീരും? ഇടുന്നവനും കുടുങ്ങും, തിന്നുന്നവനും കുടുങ്ങും. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ചർച്ച പോകുമ്പോൾ കിട്ടേണ്ട സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടൂല. അതാണ് വിഷയം. അതുകൊണ്ടാണ് പറയണ്ടെങ്കിൽ അതിന് ഞാൻ 100% നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിലുള്ള അത്ഭുതം നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വിഷയം എടുത്തിരുന്നത്. നിങ്ങൾ പറഞ്ഞ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന്. നിങ്ങൾ വേറെ എവിടെ പോവാണ്? അവിടുന്ന് ആദ്യം ഇത് നമ്മളൊരു വിഷയത്തെ സംസാരിക്കുമ്പോ ആ വിഷയം എന്താണെന്ന് പറയണ്ടേ സുഹൃത്തെ? അതായത് നമ്മൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇസ്ലാമില് ജീവിതമാണ് തുല്യത ഉണ്ടാവില്ല, നീതി പരിപൂർണമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും നീതി, തുല്യത, സ്ത്രീ പുരുഷ സമത്വം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്താണ് കുടുംബം എന്ന് ഡിഫൈൻ ചെയ്യണം. അതാണ് നിങ്ങളോട് പറഞ്ഞ ഇസ്ലാമികമായ നിയമങ്ങൾ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ ന്യൂനത ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുമ്പോ എന്താണ് കുടുംബം എന്ന് നിങ്ങൾ പറയുന്നേ ഇല്ല. അതിനെന്താ ബുദ്ധിമുട്ടുന്നത്? ശ്രദ്ധിക്കും ഞാൻ പിന്നെ ഒന്നാമത് പിന്നെ ഒരു വിഷയം ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുപോകത്തിന് അവിടെ ബ്ലോക്ക് വരികയാണ്, വേറെ ഭാഗത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെയും ബ്ലോക്ക് വരികയാണ്. അടുത്ത തൊഴിൽ തരികയാണ് ഞാൻ. ഒരു കുടുംബ ജീവിതം സക്സസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ആ കുടുംബമായി തീരെ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ ആകുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. യാദൃശികമായിട്ട് നാവിനെ പോയിട്ട് പല്ലങ്ങട്ട് കടിച്ച് ഒരു കാരണവശാലും നാവ് കുറ്റപ്പെടുത്താൻ നിൽക്കൂല. മുമ്പ് അടി കൊണ്ടുപോകേണ്ടി തെറിച്ചു പോകേണ്ട പല്ലായിരുന്നു. ഞാൻ ഇടപെട്ട് സംസാരിച്ചതിന്റെ മുകളിലാണ് ആ പല്ലവിടെ നിലനിൽക്കുന്നത്. പിന്നെ ആ പല്ലുകൊണ്ട് ഇങ്ങോട്ട് കടിക്കാൻ പാടുണ്ടായിരുന്നു, നാവ് കുറ്റപ്പെടുത്തൂല. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു കാരണവശാലും കാല് പറയില്ല നിങ്ങൾ മുകളിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിന് എനിക്കിപ്പോ അതിന് ഒഴിവില്ല, ഞാൻ 2 കിലോമീറ്റർ നടന്നു വന്നിരിക്കുന്ന സമയമാണ്, ക്ഷീണത്തിലാണെന്ന് ഉണ്ടാവില്ല, കാല് പറയില്ല. ഈ ഒരു പ്രവണത ഒരു ലൈഫിൽ ഉണ്ടാവുക, ഇതിന് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതേപോലെ കയ്യിന് സൂചി വെക്കുകയാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞങ്ങളോട് ഇന്നലെ മുതൽ ഫസ്റ്റ് സംഭാഷണം മുതൽ ഇന്ന് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയണത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണം ആദ്യം. നല്ലോ മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കണേ, എന്താണ് ഒരു കുടുംബം? ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് കുടുംബം? 100% അവരുടെ ആവശ്യങ്ങൾ നിറവേറി പോണം, ഭദ്രത. എന്താണ് കുടുംബം? അത് കുടുംബത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചല്ല നിങ്ങൾ പറയണേ. കുടുംബത്തിൽ എന്തൊക്കെ വേണം, കുടുംബത്തിൽ കുടുംബത്തിൽ ആൾക്കാരുടെ ഉത്തരവാദിത്തം, അതൊക്കെ നമുക്ക് പറയാം. എന്താണ് കുടുംബം? ആ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നു. എങ്ങനെ? അതിനനുസരിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. അല്ലല്ല, ഇസ്ലാം വിശദീകരിക്കണ്ട. ഇസ്ലാമിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണല്ലോ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇസ്ലാമിലെ കുടുംബ ജീവിതം എന്ന് നിങ്ങൾ എന്താണ് പറയാത്തത്? ആ നിയമത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാ വേഗം നിയമം എടുത്തിട്ട് തരാം, എളുപ്പമുണ്ടല്ലോ. ആദ്യം അത് എന്താ സംവിധാനം എന്താന്ന് അറിഞ്ഞാലല്ലേ ഞാനത് വേണ്ട പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നവർക്ക് കിട്ടൂല, എനിക്കും കിട്ടൂല, നിങ്ങൾക്കും കിട്ടൂല, കിട്ടുന്നവർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് അങ്ങനെ അടിച്ചു. ഇസ്ലാമിലെ നിയമം അനുസരിച്ച് അതിൽ വലിയ യുക്തിയും ഫിലോസഫിയുടെ അടങ്ങിക്കിടക്കുന്നതിന്റെ മുകളിൽ അതനുസരിച്ച് ചെയ്തെങ്കിൽ തന്നെ സക്സസ് ആവുള്ളൂ എന്നാണ് ഒന്നാമത് ഞാൻ പറയാൻ പോണേ. അത് കുടുംബജീവിതം സക്സസ് ആവണമെങ്കിൽ എങ്ങനെ, എന്താന്നുള്ളതാണ്. എന്താണ് കുടുംബം? അത് നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അതിന് വേണ്ടിയിട്ട് സമയം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി. നിങ്ങൾ എന്താ മനസ്സിൽ പിന്നെ അതിനനുസരിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു മനുഷ്യനും കുടുംബം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനും അവരുടെ ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ച്
ഉം. പിന്നീട് ആ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായി അതിൽ കുഞ്ഞുങ്ങൾ ജനിക്കുക, ആ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് രണ്ടുപേർക്ക് രക്തബന്ധം ഉണ്ടാവുക, ഈ ഒരു സംവിധാനത്തിനാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അവിടെ കൊണ്ട് കുടുംബം തുടങ്ങൂല, അവിടെ കൊണ്ട് അവസാനിക്കൂല. ഇസ്ലാമിന്റെ കുടുംബത്തില് ഇസ്ലാമികമായിട്ടുള്ള കുടുംബം ഏത് അടിസ്ഥാനപരമായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് മാതാവാണ്, പിന്നെയാണ് പിതാവ്, അതിന്റെ ശേഷം ഇതിനൊക്കെ എന്തുള്ളൂ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അതിനാണ് പ്രാമുഖ്യം. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദം നബി ഹവ്വയും കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയില്ലേ? അതിൽ പോൽക്ക് വാപ്പിയൊന്നും ഇല്ലല്ലോ, ഇല്ലാത്തോണ്ടാണ്. എന്നാ പറയും. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയും ഗൾഫ് കൺട്രി പോയിട്ട് പറയും നമ്മളെ ഫാമിലി അടക്കം വേണ്ടിയാണ്. ഫാമിലി എണ്ണാൻ പറ്റൂല. അപ്പൊ ഇനിയിപ്പോ ഫാമിലി എണ്ണിക്കോളി. നിങ്ങളിപ്പോ വാപ്പയും ഉമ്മയും കൂടിയിരുന്ന് രണ്ട് കുടുംബങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് മിക്സഡ് ആയിട്ട് വരാം, ഒരു സ്ത്രീയും പുരുഷനും കൂടിയും ഇവരുടെ മാതാപിതാക്കളുടെ അറിവോടും അനുഗ്രഹത്തോടും കൂടി കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, ഇതാണ് കുടുംബജീവിതം. അവരെ തൃപ്തിയെ ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ ഒരു മിനിമം രൂപം. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. നിങ്ങൾ ഇതൊന്നും കൂടി ഒന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ നിങ്ങൾ സമയം എടുത്തോളി. കാരണം ഇത് എന്താ പറയുക, നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെ തോന്നുന്നു. ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, പറഞ്ഞോളി. അല്ല, എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ്? ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നടത്തുന്നല്ല ഞാൻ കാണുന്നത്. അതിന്റെ കാരണം ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അനുസരിച്ചിട്ട് കുടുംബം അത് പറഞ്ഞോളി. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, സാമാന്യമായിട്ട് ഇന്ന് ലോകം അംഗീകരിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ, രണ്ട് സ്വതന്ത്ര വ്യക്തികൾ ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അവരൊരു കുടുംബം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് അവരൊരു ധാരണയിലെത്തി അവരൊരുമിച്ച് ജീവിക്കുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മക്കളുണ്ടാവും. ഇനിയിപ്പോ മക്കളില്ലാത്തവരാണെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യും കുട്ടികളെ, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, ഈ ഒരു അടിസ്ഥാന ഒരു സമൂഹത്തിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റിനാണ് കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് കുടുംബ നിയമങ്ങളായിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ ഇനി നിങ്ങൾ പറയും, അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് ഈ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. അത് വിവാഹമാണോ, നിക്കാഹാണോ, രജിസ്ട്രേഷൻ ആണോ, അതല്ല ലിവിങ് ടുഗദർ ആണോ, ഇങ്ങനെ തുടങ്ങി പല സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ ഒരു കുടുംബം ഉണ്ടായി വരാൻ. ലോകത്ത് പലയിടത്ത് പലതരത്തിൽ കുടുംബങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഇസ്ലാമികമായിട്ട് അത് വരുമ്പോ അത് നിക്കാഹ് എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റിയിലൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അവിടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയും. നിങ്ങൾ മനസ്സിലാക്കിയ അറിവാണ് നിങ്ങൾ പറഞ്ഞത്. അത് മറ്റു രീതിയിൽ അതിന്റെ വിശദീകരണമാണ് ഞാൻ നൽകുന്നുള്ളൂ, അല്ലാത്ത വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറയാം ഇസ്ലാമിലെ കുടുംബം. ഓക്കെ, ആദ്യ നബിയിലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാവും പിതാവും ഇല്ല എന്ന് വെച്ചോളൂ. ഓക്കെ, അതേ സ്ഥാനത്ത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഇടയിൽ കയറരുതിട്ടോ. പറയും, ഞാൻ ഇന്നലെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഉണർത്തുകയാണ്. മാതാവിന്റെ കാലിന്റെ കീഴിലാണ് അള്ളാഹു തആല സ്വർഗം കൊണ്ടേ വെച്ചത്. കേറണമെങ്കിൽ ആദ്യം കിട്ടേണ്ട ഒന്ന്. അപ്പം ഇത് ആൺകുട്ടിയാക്ക് ബാധകമാണ്, പെൺകുട്ടിയാക്ക് ഇത് ബാധകല്ല. ഓൽക്ക് മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് സുന്നത്തുള്ളും ഫർളില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ചോളി. ഉദാഹരണം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം വെച്ചത് മാതാപിതാക്കളെ കാലിന്റെ അടിയിലല്ല ഇസ്ലാം വെച്ചത്, ഭർത്താവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മരണപ്പെട്ട ഭാര്യ എന്നാ. അത് അവിടുന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും, അവിടെ കട്ടെ. അതേ സ്ഥാനത്ത് ഫർളാണ് ആരെ നോക്കല്, മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് 100% നിർബന്ധമാണ് ആൺകുട്ടിയാക്ക്. അതാണ് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വരുന്ന ഒന്നാമത്തെ ഘടകം. 2, 3 പെൺകുമക്കളെ കെട്ടിച്ചു വിട്ട് അള്ളാഹു തആല സ്വർഗം തരെങ്കിൽ 10 ആൺകുട്ടികൾ പെണ്ണെട്ടിയാലും സ്വർഗം ആർക്ക് കിട്ടാൻ പോകില്ല, മാതാപിതാക്കൾ കിട്ടാൻ പോകില്ല. അതെന്തുകൊണ്ടാണ് അള്ളാഹു തആല വിറ്റ് പോയ സാധനത്തിൽ ഇനി നിങ്ങൾ പോയി തലയിടണ്ട, അത് വേറെ ഏൽപ്പിച്ചു കൊടുത്ത്. ഇനി വിറ്റ പറമ്പ് പോയിട്ട് തേങ്ങ വലിക്കാൻ നിൽക്കണ്ട. അതിന് ബദൽ സംവിധാനം എന്നുള്ള നിലക്കാണ് സ്വർഗം വെച്ചു കൊടുത്തത്. ഇനി അഥവാ വാപ്പ ഇവിടെ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിന് ചോദിക്കതാ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാനൊന്ന് പോയി വെള്ളം കൊടുക്കാഞ്ഞാല് മൂപ്പര് മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഒന്ന് പോട്ടേന്ന് ചോദിച്ചു. അപ്പം ഭർത്താവ് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അവിടെ പോകുന്ന വിഷയത്തിൽ എനിക്ക് കുറച്ച് താല്പര്യക്കേടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പാനിമാനും നോക്കാൻ പോലെ ഈ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്.
നിയമം മനസ്സിലാക്കി വെച്ചോളി പറഞ്ഞുതരാം. നിങ്ങള് പിന്നെ ലേഖ സാഹിബ് ഞാനൊന്ന് ഒരു ചെറിയ ലേഖ കാര്യം ഒരു പറയാം. ഒരു മിനിറ്റ് ഒരു പോയിന്റ് ആയി പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന ധാരണ നിങ്ങൾക്ക് അതെ വേണം. അതെ നിങ്ങളുടെ അതുണ്ട് സംസാരം മുസ്ലിം പെൺകുട്ടികൾ വരെ കേൾക്കും എന്നുള്ളൊരു ബോധം അതെ നിങ്ങൾക്ക് ഉണ്ട് ഉണ്ടാവണം. നിങ്ങൾ പറഞ്ഞോളൂ. വ്യക്തമായിട്ടാ പറയണേ. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്റെ ഫോൺ നമ്പർ കറക്റ്റ് ആക്കിയാണ് കൊടുക്കല്ലേ, വിളിച്ചോട്ടെ, അതിനൊന്നും വിരോധമില്ല. 91 42 58 49 30 ആർക്ക് വേണമെങ്കിൽ വിളിക്കാം. കറക്റ്റ് ആക്കി അതിന്റെ പൾസ് പറഞ്ഞിട്ട് ഈ അറിവില്ലായ്മയാണ് പ്രശ്നം മുഴുവൻ കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് അല്ലാഹു തആല 100% നീതി വെച്ചാണ്, തുല്യത കൊടുത്തില്ല. ഒരു തുല്യത വെച്ച് കഴിഞ്ഞ ഒരു നാടകം പൂർത്തിയാക്കാൻ കഴിയോ? അവിടെ കംപ്ലീറ്റ് എന്താണ്, ഒക്കെ പോലീസുകാരാണ് പറഞ്ഞാൽ അഭിനയം ശരിയാവും? ഇല്ല. അതേ സ്ഥാനത്ത് നീതി വെച്ചാണ് 100%. ആ നീതിയിൽ നിങ്ങൾ അനീതി കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞ മതി, ഞാൻ കേൾക്കും. ഓക്കെ. പിന്നെ ഒന്ന് അനീതി കാണിച്ചു തരാൻ രണ്ട് മിനിറ്റ് ഇടുവാള ഒന്ന് മൂത്രമൊഴിച്ചു, ഒന്ന് ജസ്റ്റ് മൂത്രമൊഴിച്ചാണ്ട് വെള്ളം കുടിച്ചപ്പോ ആ ഓക്കെ. ഹലോ, എക്സസൈസ് തുടങ്ങല്ലേ? പറഞ്ഞോളൂ. പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് തുടങ്ങാം. എന്താണ് കുടുംബജീവിതം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. എന്താണ് അപ്പൊ രണ്ടാമതായിട്ട് കുടുംബജീവിതത്തിൽ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന രീതി. ഓക്കെ, അത് അതിന്റെ അനിവാര്യമാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഗതിയാണ്. പറഞ്ഞില്ലേ, കുടുംബത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ കുടുംബം ഉണ്ടാവലാണല്ലോ. ഓക്കെ, കുടുംബം ഉണ്ടാക്കല്ലേ, ഉണ്ടാക്കിയോണ്ടത്തെ കാര്യം അല്ല, കുടുംബം ഉള്ളത് സീറ്റിംഗ് ആയി പോവാന്നില്ല. ഉണ്ടാവുന്നതിൽ തന്നെ അനീതി ഉണ്ട് പറയണതേ. അത് രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ഒരു ഒറ്റ മിനിറ്റ്, ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ഒരാള്, ഇതാ അത് ഒരു രാജാവിന്റെ മോനാ, നിങ്ങളെ ആ കാണുന്ന താടിയാണോ അള്ളാന്റെ അടുത്ത് ഏറ്റവും ഉയർന്നത്, അത് എന്റെ കൈ കിടക്കുന്ന നായിയാണോ ഏറ്റവും ഉയർന്നത് ചോദിച്ചു. അള്ളാന്റെ അടുത്ത് ഏതാ ഏറ്റവും കൂടുതൽ സ്ഥാനം ഉള്ളതെന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ പണ്ഡിതന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ മറുപടി കൊടുക്കുന്ന കാര്യങ്ങള്? ഒന്ന്, അഥവാ ഞാൻ അള്ളാൻ അനുസരിക്കുന്ന ഒരു പ്രവണതയിലാണെങ്കിൽ എന്റെ താടിക്ക് തന്നെയാണ് അള്ളാന്റെ അടുത്ത് സ്ഥാനമുള്ളത്. അതില്ലെങ്കിൽ എന്റെ പട്ടിക്ക് തന്നെയാണ് എന്തായാലും വില ഉള്ളത്. ഇസ്ലാമികമായിട്ടുള്ള നിയമത്തിന്റെ മുകളിൽ ഒരാൾ പോകുന്ന സമയത്ത് മാത്രമേ ആ മനുഷ്യൻ വിലായത്തിലെത്തുള്ളൂ. അതായത് നമ്മൾ അതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കണേ. നമ്മള് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പത്തെ കഥയല്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിൽ എത്തുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മള് ഭൗതിക ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട് അല്ല പറയട്ടെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും പോരായ്മ, ഖുർആനിക നിയമങ്ങൾക്ക് യാതൊരു പോരായ്മയില്ല എന്നുള്ളതാണ്. പോരായ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിച്ചാൽ പിന്നെ പോരായ്മ ഇല്ല എന്നുള്ള വാദമല്ല. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടോ മാനവികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഖുർആനികമായ നിയമങ്ങൾക്ക് പോരായ്മയില്ല എന്ന് വരണം. അല്ലാതെ ഉപകാരപ്പെടാത്ത അതായത് ഖുർആനികമായിട്ട് പൂർണ്ണമായിട്ടാണ് വിശ്വസിച്ചാൽ പിന്നെ അതിൽ പോരായ്മ കണ്ടെത്താൻ കഴിയൂലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല. ഭൗതികമായി ജീവിതത്തിൽ മനുഷ്യർക്ക് എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ അന്തസ്സും അവകാശമുള്ളവരാണ് എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ, മാനവികമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോൾ ഇസ്ലാമിക കുടുംബജീവിതം മികച്ചതാണോ അല്ലേ, ഇതാണ് പരിശോധന. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിലെന്തേ പോരായ്മ ഒന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. അതാണ് ഓഫർ. അത് പറഞ്ഞുതരാം. അത് എല്ലാം പോരായ്മയാണ്, സകലതും പോരായ്മ. ഒന്ന് കാട്ടി തന്ന 25,000 രൂപ തരും നമുക്ക്. അതെ, അത്ര ഗ്യാരണ്ടിയിലാ ഞാൻ പറയുന്നത്. ഒരു പോരായ്മ ഞാൻ ഡിസൈൻ ചെയ്ത് തരും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ ഒരു നയാ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പറയാം, പോരായ്മകൾ ഓരോന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പൈസ തരികയാണെങ്കിൽ അത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാജയപ്പെടുകയാണ് എന്ന് 1,00,000 രൂപ മനസ്സിലായാലും നിങ്ങൾ അങ്ങനല്ല ഞങ്ങൾ പറഞ്ഞ സമയക്കാക്കുന്നു. ഒരു സെന്റൻസ് പൂർത്തിയാട്ടെ. ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു പരാജയം നിങ്ങൾ സമ്മതിക്കുകയും നിങ്ങൾ ആ പൈസ എനിക്ക് തരുകയാണെങ്കിൽ ഇസ്ലാമിക കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ പേരിൽ കെടുതി അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഞാൻ ആ പൈസ ഹദിയ കൊടുക്കും. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തത്, അടിസ്ഥാനമില്ലാത്തൊരു സാധനത്തിൽ ഞാൻ നിലനിൽക്കൂല. ഞാൻ എന്റെ താടിയും തൊപ്പിയാണ് ഒഴിവാക്കും. ഞാൻ പറയട്ടെ. അപ്പോ കുടുംബജീവിതം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ മാരകമായ പിഴവുണ്ട്. ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടു വ്യക്തികൾ തുല്യമായ അന്തസ്സും അവകാശവും ആത്മാഭിമാനവും ഉള്ള രണ്ടു വ്യക്തികളുടെ ഒരു സംഗമമോ അവരുടെ തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമുള്ള ഒരു കുടുംബമായിട്ടോ നിലവരുന്ന ഒരു സാധനമല്ല. പുരുഷാധിപത്യം കേന്ദ്രീകൃതമായി പുരുഷന്മാരാൽ നിശ്ചയിക്കപ്പെട്ട് പുരുഷന്മാരാൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക കുടുംബം.
എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് കുടുംബം ഉണ്ടാവുക എന്ന പ്രക്രിയ വിവാഹമാണ്. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉണ്ടായി വരുന്നത് പുരുഷനും സ്ത്രീയുടെ പിതാവും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അവര് തമ്മിലാണ് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുന്നത്. അവര് തമ്മിലാണ് വിവാഹത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. വിവാഹത്തിലെ വാക്യങ്ങൾ പറയുന്നത് പോലും അവരാണ്. അപ്പൊ ഒരു പുരുഷൻ കുടുംബം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയെ കരാർ ഉറപ്പിച്ച് വാങ്ങുന്ന ഏർപ്പാടാണ് ഇസ്ലാമിലെ കുടുംബം. അത് തന്നെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ കുടുംബ ജീവിതത്തിൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു തെരഞ്ഞെടുപ്പോ തീരുമാനമോ അഭിപ്രായമോ ആ വിവാഹത്തിൽ തന്നെയുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ അനുസരിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഭർത്താവിന്റെ തൃപ്തിയിലാണ് ഇസ്ലാമികമായി കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീയുടെ സ്വർഗപ്രവേശം ഇരിക്കുന്നത്. പുരുഷന്റെ സ്വർഗം ഉമ്മാന്റെ കാലിന്റെ അടിയിലാണെങ്കിൽ സ്ത്രീയുടെ സ്വർഗം ഭർത്താവിന്റെ തൃപ്തിയിലാണ് എന്ന് പറയുന്നതോടുകൂടി ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നിങ്ങളിൽ ഉത്തമയായ സ്ത്രീകൾ ഭർത്താവിനോട് അനുസരണയുള്ളവരായിരിക്കും. അപ്പൊ ഈ അനുസരണയിൽ ഭർത്താവിന് കീഴിൽ ഭർത്താവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കുടുംബം. ദാറ്റ് മീൻസ് ഇസ്ലാമിൽ ആക്ച്വലി സ്ത്രീയും പുരുഷനും തുല്യമായ അന്തസ്സുള്ളവരായി പരിഗണിക്കപ്പെടുന്ന ഒരു കുടുംബമേ ഇല്ല. ആ കുടുംബം എന്ന് പറയുന്ന സങ്കല്പം തന്നെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന വിവാഹം, അതിൽ സ്ത്രീയുടെ അവകാശം, ഇതൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് കുടുംബം പറയാം. പറഞ്ഞോളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് പിന്നെ സമൂഹത്തിൽ 99% ആളുകളുടെയും വിവരക്കേടോട് വരുന്ന കാഴ്ചപ്പാടാണ്. ഞാൻ വ്യത്യസ്തമായ ദിശയിലേക്ക് നീങ്ങുന്നത്, അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിലൊരു ന്യൂനതകൾ കാണിച്ചെന്നാൽ ഞങ്ങൾക്ക് 50,000 എന്നാ പറയുന്നത് കുടുംബജീവിതത്തിൽ. അതാണ് പറഞ്ഞത് ക്ഷമയോട് കൂടി കേട്ടോളി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അറിവിന് വലിയ വില ഉണ്ട്, കോടികൾ വില മതിക്കാൻ പറ്റാത്ത സാധനം. അതുകൊണ്ടേ പറയുന്നത്, നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് കേട്ടാൽ മതി. ബാക്കിയൊക്കെ പറയാം. അറിവെന്ന് അഹങ്കരിക്കരുത്. അന്ധവിശ്വാസത്തെ അറിവെന്ന് അഹങ്കരിക്കരുത്. ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുത്തന്റെ വിശ്വാസം അന്ധവിശ്വാസമാണ്. ആ വ്യക്തിന്റെ വിശ്വാസം അപ്പുറത്ത് അന്ധവിശ്വാസമാണെന്നും അതിനേക്കാൾ മികച്ച അറിവില്ലെന്നും അഹങ്കരിക്കരുത് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ അഹങ്കരിക്കല്ല നിങ്ങൾ. ഞാൻ ഇത്രത്തും ഈ സംഗതി വേദനയോട്, നിങ്ങളുടെ അറിവിൽ അഹങ്കാരമുണ്ട്. നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് അഹങ്കാരമുണ്ട്. ആ അറിവ് എന്നെ സംബന്ധിച്ച് അന്ധവിശ്വാസമാണ്. ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇത് കേട്ടാൽ ആ സ്ത്രീകൾക്കെല്ലാം നിങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് വിവരക്കേടായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഓഫർ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ വിശദീകരിച്ചോളൂ. അല്ലാഹുവിൽ ബർക്കത്ത് എന്നാ ശ്രദ്ധിച്ചോളി. നിങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ പുരുഷന്മാരുടെ കീഴിൽ ഒന്നുകൂടെ അടിച്ചമർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളായിട്ട് ജീവിക്കുന്ന പ്രവണതയാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു. ഞാൻ പറയുന്നത്, ആ കുടുംബ ജീവിതം 100% വിജയിക്കണമെങ്കിൽ ഈ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കുന്നുണ്ട്. ആ അപകടത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഒരു ഉദാഹരണം കുറിച്ച് പറയാം. ആദ്യം കുടുംബം ഉണ്ടാക്കുന്നത് ആരാണ്? കുടുംബം മുന്നോട്ട് പോണ വിഷയമല്ല പറയുന്നത്. ഇസ്ലാമികമായി ഒരു കുടുംബം രൂപപ്പെടുന്നത് ആരൊക്കെ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന്, ഒരു കുടുംബമായിട്ട് വരുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നല്ല ഇഷ്ടമായിരിക്കും അല്ലെ. കല്യാണം കഴിഞ്ഞ ശേഷമാണ് സ്നേഹം ഉണ്ടായിത്തീരുന്നത്. ഉണ്ടോ? ഇഷ്ടവും സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഘടകമാണ്. ഞാനൊരു ബൈക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങൾ കയറുമ്പോൾ രണ്ടും കട അവിടെ അടിച്ചു നിൽക്കും. അതാണ് വിഷയം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളൊരു വീട് പണിയുന്ന പോലെ നമ്മൾ അടിസ്ഥാനം ക്ലിയർ ആക്കി ഓരോ കല്ല് സൂക്ഷ്മമായി പെറുക്കി വെക്കാണ്. ഓക്കെ, അപ്പൊ ഒരു കുടുംബ ജീവിതത്തിൽ ഇത് ഡിസൈൻ ചെയ്തത് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകളെ വെച്ചുകൊണ്ടാണ് അള്ളാഹു തആല തയ്യാറാക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വാപ്പ മോനോട് ഇന്ന കാര്യം ചെയ്യുന്നു പറഞ്ഞു. ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് ചോദിച്ചു, വാപ്പ എങ്ങനെ പറഞ്ഞത്, എന്തമ്മ ചെയ്യേണ്ടേന്ന് ചോദിച്ച സമയത്ത് മോനോട് പറഞ്ഞു, അത് ഞങ്ങളുടെ വിട്ടാളുടെ പരിഗണിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി വാപ്പല്ല പോലീസ് സ്റ്റേഷനിൽ മെനക്കെട്ടാലും ആ മോനെ പിടിച്ചോടത്ത് കിട്ടൂല. ഒരു മാർഗം ഞാൻ കുട്ടീനെ രക്ഷിക്കല്ല. അതേ സ്ഥാനത്ത് വാപ്പ പറഞ്ഞത് ഈ പൂർത്തിയാക്കിയുള്ള മോനെന്ന് ഉമ്മ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോൻ ഭൂമിയിലോടിയും പോയിട്ട് നശിക്കാനും പോണില്ല.
കണ്ടോ? ഇതിന് വാപ്പാനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള പണി എടുക്കേണ്ട ആള് ഉമ്മയാണ്. അഥവാ ഒരു ഭർത്താവ് ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് ഈ സ്ത്രീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂല. ആ കുടുംബ കുളം തോണ്ടി. ഇസ്ലാമിന്റെ കൺസെപ്റ്റിനനുസരിച്ച് ഓരോ വിഷയങ്ങളും വ്യക്തമായ രീതിയിൽ ഉണർത്തുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അതിനെ പറയണേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറും സ്ത്രീകൾ അടിച്ചമർത്തല്ല. ഇതേ ചാൻസ് ഓൾറെഡി അല്ലാഹു തആല സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ട്, പുരുഷന്മാരുടെ മുകളിൽ ആധിപത്യം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉണർത്തി തരാം. അത്യാവശ്യം മക്കളെ, അല്ല ഇതും കൂടി ഞാൻ പറയുന്നത് കുടുംബം എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അവസാനം കുടുംബം എന്താണ്, ഇസ്ലാമിക കുടുംബം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ഫിലോസഫികളാണ് പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുത്തു. റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ പറയുന്നത് കുടുംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്ലാമിന്റെ കുടുംബ ജീവിതം അപാകത നിറഞ്ഞതാണെന്നും അള്ളാഹുവിന്റെ നിയമം സ്ത്രീ വിരുദ്ധമാണെന്നും മനുഷ്യത്വ വിരുദ്ധമാണെന്നും പറഞ്ഞു. നിങ്ങളെ കാഴ്ചപ്പാടനുസരിച്ച് അപാകത ഉണ്ട്. ഞാൻ വിശദീകരിക്കുമ്പോ അപാകത ഉണ്ടാവില്ല. അതാണ് ക്ഷമിക്കുന്നു പറഞ്ഞത്. വിശദീകരിക്കുന്നില്ല എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതം ഉണ്ടാവുന്നത്, ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. കൺസ്ട്രക്ട് ചെയ്യുന്നത് തമ്മിലാണ് കുടുംബ ജീവിതം ഉണ്ടാക്കുന്ന ധാരണ ഉണ്ടാവുന്നത്. പറയൂ. ഇത് രണ്ടാക്കും ചാൻസ് കൊടുക്കണ്ട. ഒരു ഭാഗത്താണ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മക്കളൊക്കെ വലുതായി ഒരു ഗൾഫ് കൺട്രിയിലൊക്കെ പോയി അത്യാവശ്യം വരുമാനമൊക്കെ വരാൻ സമയത്ത് യാദൃശ്ചികമായിട്ട് ഈ കോൺസ്റ്റബിൾ പോസ്റ്റിൽ നിന്ന് CI പോസ്റ്റിലേക്ക് ഈ ഭാര്യ മാറുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെ മക്കളെ മുമ്പിൽ നിർത്തിയോണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വേറെന്തോ പറയാം. ധൃതി കൂട്ടല് നിങ്ങൾ പറയുന്നത് ഭർത്താക്കന്മാരെ അടിച്ചമർത്തിയിട്ടാണ് സ്ത്രീകൾ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരെ ഉൾട്ടാണ്. നോക്കൂ, നോക്കൂ, ഇത് ആളുകള് നിങ്ങളുടെ കൺസെപ്റ്റും ഞാൻ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ആളുകൾ കേൾക്കാനിരിക്കുന്നു. ഇതിന്റെ പുറകെ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ച ഓരോ ഘട്ടമായിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ടുള്ള വിശ്വാസികൾ കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതം എത്രമേൽ എന്താ പറയാ പ്രാകൃതമായ ഗോത്ര നിയമമാണ് എന്ന് നിങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒരു വിമർശനം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സമയം തരും. നിങ്ങൾ സ്ത്രീ വിരുദ്ധമായ ഇസ്ലാമിക നിയമങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, കുടുംബ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ കുടുംബം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സങ്കല്പം സാമ്പത്തിക മേഖല ഉണ്ടാവില്ലേ, അത് രൂപീകരിക്കുന്ന രീതി തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ നിയമം അബദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ 100% വിവരമില്ലായ്മ കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങൾ സമർത്ഥിക്കൂ. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പണി ഉണ്ടാവില്ലേ? ഓരോ മേഖല ടച്ച് ചെയ്യണ്ടേ? ഒരു മിനിറ്റ്. ഒരു ഇസ്ലാമിക കുടുംബം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വാപ്പിയും മക്കളും ഉമ്മയും മക്കളൊക്കെ പിന്നല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി കൂടണ്ടേ? വേണ്ടേ? ആദ്യം അത് പറയും. എങ്ങനെയാണ് ഒരു വിവാഹം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു മുസ്ലിം സ്ത്രീയും പുരുഷനും കടക്കുന്നത്? അതിനകത്ത് അപാകതകളുണ്ടോ? അതിനകത്ത് സ്ത്രീ വിവേചനമുണ്ടോ? അതിനകത്ത് പുരുഷാധിപത്യം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ അതിനകത്ത് സ്ത്രീകളെ ഒരു അടിമകളെ പോലെ സമമായി പരിഗണിക്കുന്ന നിയമങ്ങളുണ്ടോ? നമുക്ക് സ്ത്രീ ആധിപത്യം, അതായത് അള്ളാഹു പറയണ ഞാൻ നിങ്ങളെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ലാതെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ചാൻസ് കൊടുക്കും. ഒരു നാടകം നടക്കുകയാണെങ്കിൽ അതിൽ കള്ളന്മാരുണ്ടോ, യാചകന്മാരുണ്ടോ, പല രീതിയിലുള്ള തുറകള്. എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവുന്നത്? ഒന്ന് നിങ്ങൾ ക്ഷമിക്കുന്നാല് ഇൻഷാ അല്ലാ. അപ്പോ സ്ത്രീകളെടുത്ത് ഒരു ചാൻസ് അല്ലാഹു തആല കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാതെ നിങ്ങൾ പോവാണ്. ആ പീരീഡാണ് ഞാൻ തുണർത്തിയത്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നേരെ താഴെ പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. മക്കളൊക്കെ വലുതായി ഭാര്യയും ഭർത്താവും ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിലെ നിക്കാഹുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ? അതാണല്ലോ എന്റെ അടിസ്ഥാനം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഇസ്ലാമിൽ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നത് നിക്കാഹിലൂടെയാണ്. അല്ലേ? ഓക്കെ അല്ലേ? നിക്കാഹിലൂടെ മാത്രം അല്ലാതെ നടക്കും, അത് വേറെ കാര്യം. നിക്കാഹാണ് അടിസ്ഥാനപരമായി കുടുംബത്തിന്റെ ഒരു രൂപം. ഈ നിക്കാഹിൽ തന്നെ അപാകത ഉണ്ട്. ആരൊക്കെ തമ്മിലാണ് നിക്കാഹ് തീരുമാനിക്കുന്നത്? അതിൽ സ്ത്രീയുടെ റോൾ എന്താണ്? ഈ ഉമ്മാന്റെ റോൾ എന്താണ്? സ്ത്രീകളുടെ റോൾ എന്താണ് വിവാഹത്തിൽ? കുടുംബം ഉണ്ടാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? ഇതാണ് എന്റെ ചോദ്യം.
അത്ര കിട്ടിയാൽ മതിയല്ലോ. ആ മതി. ഒരു ഇസ്ലാമികമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മക്കൾക്ക് വിവാഹം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മഷൂറ എന്ന് പറയുന്ന കൂടി ആലോചനയുടെ വിഷയം. മഷൂറ മൂമിനിങ്ങളുടെ സിഫത്താണ്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഒരു മൂമിനാണെന്നുള്ള അവകാശപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് കുടുംബത്തിൽ ആ വിഷയം ആധികാരികമായിട്ട് ചർച്ച ചെയ്യും. അതിൽ നിന്നും ഏറ്റവും ആ വിഷയത്തിൽ പരിഗണന കൊടുക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാന്റെ അഭിപ്രായം വാപ്പാന്റെ തീരുമാനങ്ങളോടെ വരികയാണ്. ഒരിക്കലും വാപ്പ ഒരു മക്കൾക്ക് വിവാഹം അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന്റെ എ മുതൽ സെഡ് വരെ പൂർത്തിയാക്കാതെ കെട്ടിച്ചു കൊടുക്കൂല. അത് അഥവാ വാപ്പ ഭ്രാന്തനാണ് അല്ലെങ്കിൽ ഒരു വിവരദോഷിയാണ്, ആ സാഹചര്യത്തിലെ മറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. വാപ്പ 100% മോളെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കുന്നുള്ള കാഴ്ചപ്പാടാണെങ്കിൽ തീർത്തും മക്കളും ഉമ്മയും ഒരുമിച്ച് കൂടി ആ വിഷയത്തിൽ അവിടെ വെച്ചിട്ടൊരു തീരുമാനം ഉള്ളുന്നെടുക്കണം. എന്നിട്ട് വേണം ആ വിഷയത്തിനൊരു തീരുമാനം കൊടുക്കാൻ. അത് അത്രേ ഇത് വരുന്നുള്ളൂ. നമുക്കൊക്കെ മക്കള് കല്യാണം കഴിച്ച് പോകുന്നതല്ലേ. അവിടെ എന്തൊരു അഭിപ്രായക്കേട് ആ പിന്നെ നിങ്ങൾ പറഞ്ഞതിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉമ്മാന്റെ അഭിപ്രായം വാപ്പാന്റെ തീരുമാനത്തിലൂടെ വരുന്നതാണ്. അപ്പോഴേ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ അപകടം ചെയ്യും. നിങ്ങൾ പഠിച്ചോ, അതായത് പഠിച്ചോൻ പറയണതാ നിങ്ങൾക്ക് പെണ്ണ് കെട്ടി ആളെ ചെലവിന് കൊടുത്ത് കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയൂല. ആ പണിക്ക് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ പോയി നോൽമ്പ് വെച്ചാളി എന്ന് പറഞ്ഞത് നിങ്ങൾ പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ടാണ്ട് അതിൽ കൂടെ നിങ്ങളെ കാര്യം നടത്തി കളിയില്ല. മെച്ചം വല്ലതുണ്ടെങ്കിൽ പഠിച്ചോ സമ്മതിക്കൂലേ? മെച്ചുണ്ടെങ്കിൽ ഞാൻ വീട്ടില് ഒരു പെറ്റ് ഡോഗിനെ വാങ്ങണതിനെ കുറിച്ച് ഇവിടെ ആലോചിച്ചു. അപ്പോ പറഞ്ഞത് അത് നിങ്ങളെയും കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നില്ല. കാരണം നിങ്ങൾക്ക് പല യാത്രകളും ഉണ്ടാവും, അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട്. ഈ പൈസ ഒന്നും എണ്ണി കൊടുക്കട്ടെ, ഒറ്റ മിനിറ്റ് മതിയോ? ഒന്ന് ക്ലിപ്പ് ഒന്ന് ചെറുതാക്കിയിട്ടാലോ, ഒന്ന് കട്ട് ചെയ്തിട്ടാലോ? ആയിക്കോട്ടെ, ഓക്കെ ശരി.